സാമൂഹ്യശാസ്ത്രവും അവയുടെ മനഃശാസ്ത്രവും അവയുടെ രാഷ്ട്രീയവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സൗന്ദര്യശാസ്ത്രം, ഒരു ആഖ്യാനശാസ്ത്രമാണ് ഉണ്ടായിരുന്നത്. പറയാനുള്ളത് മറ്റു പല വിശേഷങ്ങളുണ്ട്. നാട്ടുഭാഷയുടെ സൗന്ദര്യം കൊണ്ട് ഈ പുസ്തകം മലയാളം എന്നും ഓർക്കുന്ന ഒരു പുസ്തകമായിരിക്കും. എനിക്ക് ഏറ്റവും വിശേഷമായി തോന്നിയ ഒരു കാര്യം, ഇതിലെ മനുഷ്യര് മാത്രമല്ല, തിരിയക്കുകളും പ്രകൃതിയും കേട്ടാളന്മാരും അതുപോലെ അനങ്ങുകളും തെയ്യങ്ങളും ഒക്കെ മനുഷ്യരോട് സംസാരിക്കുന്ന രീതിയിൽ, സംവദിക്കുന്ന രീതിയിൽ ഈ നോവലിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പല സന്ദർഭങ്ങളിലും ഈ പക്ഷികളും പിന്നെ ഒക്കെ സംസാരിക്കുന്നു. സമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയ ജീർണതകളെ മുഴുവൻ അതിന്റെ ഉത്തരം ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്തൊരിടത്ത് കുഞ്ഞന്മാരുടെ കഥാപാത്രം അവര് പരിന്തിൽ ഏതാണ്ട് ഡിഗ്രി 1ാം വർഷം കൊച്ചു പയ്യനായിട്ട് നഗര കോളേജ് ക്യാമ്പിൽ വെച്ചൊരു നിരൂപകൻ പറഞ്ഞു അത്രേ, അദ്ദേഹം പറഞ്ഞു അത്രേ, ഒരു റീല് കാണുമ്പോഴും നമുക്ക് ഒരു മിനിറ്റ് പൂർണ്ണമായി എനിക്ക് വെക്കാൻ കഴിയാത്തത്ര പ്രഭാഷണം നടത്തിയിട്ട് വേണ്ട നിങ്ങളാരും ആ പുസ്തകം വാങ്ങി പഠിക്കാനെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. നിങ്ങളിൽ ഇപ്പോൾ തന്നെ നല്ലൊരു ശതമാനം ആളുകൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തിനാണ് പത്തനംതിട്ടയിൽ ഇത്ര ദൂരം ഒരുപാട് വന്നത് എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ നിങ്ങളിലേക്ക് കാണാം, നിങ്ങളിലേക്ക് വന്നിട്ട് 10 വർഷമാകുന്നു. നിങ്ങൾക്ക് പറയുകയായിരുന്നു 10 വർഷം മുമ്പ് നമ്മുടെ കോളേജിലാണ് പ്രധാനമായിട്ട് വന്നത്. അപ്പോൾ വായനക്കാരെ കാണുക, നമ്മുടെ കൂടെ എഴുതുന്നവരെയും നമ്മൾ വായിക്കുന്ന എല്ലാവരെയും പരസ്പരം കണ്ട് പിന്നെ കുശലം പറഞ്ഞു പോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി കരുതുന്നത്. അതിലുപരിയായി എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സഹയെഴുത്തുകാരൻ ഷാജികുമാറിനോട് പറയുകയാണ്, പ്രിയപ്പെട്ട സ്നേഹിത എഴുത്തുകാര, നിങ്ങളുടെ പുസ്തകം വായിച്ചിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കുന്നു. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളത്. പിന്നാലെ വരുന്ന ധാരാളം വസ്തു പറയുന്നത് പോലെ പിന്നാലെ വരുന്നതിൻ്റെ കാലിലെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യത എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിൽ അതുപോലെ എപ്പോഴും പറയാറുണ്ട്, ഏറെ വായിക്കുകയും കുറച്ചെഴുതുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ വായനയുടെ ഇടവേളയിൽ നിലനിൽക്കുന്ന കുറച്ച് സമയത്താണ് പലപ്പോഴും എഴുതുന്നത്. ഇങ്ങനെ നിരന്തരമായി വായിക്കുന്നവർക്ക് ഒരു കുഴപ്പം വരും. അതേ വായിച്ച് കഴിയുമ്പോൾ വല്ലാത്തൊരു മരവിപ്പ് നമ്മളെ ബാധിക്കും. ആ വായനയിൽ നിന്ന് നമ്മുടെ ചെറുപ്പകാലത്ത് ആർജിച്ചിരുന്ന അനുഭൂതി എവിടെയെങ്കിലും നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നും. എങ്കിലും വായന എന്ന് പറയുന്ന അസുഖത്തിൽ നിന്ന് എപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ ആയിരിക്കുന്നത്, നമ്മുടെ ഒരു രോഗം പോലെ പിടിപ്പെടുന്ന ഒന്നാണ് വായന. അതിൽ നിന്ന് നമുക്ക് മുക്തനാവാൻ കഴിയും. അതിൽ നിന്ന് മുക്തനാവാൻ കഴിയാതെ നമ്മൾ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പണ്ടനുഭവിച്ച അനുഭൂതി വീണ്ടും ഒരിക്കൽ കൂടി പകർന്നു നൽകാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പുസ്തകം, ഏതെങ്കിലും ഒരു നമ്മളെ തേടി വരും വന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ വീണ്ടും വായിക്കുകയും വല്ലപ്പോഴും ഒക്കെ അത്തരം കൃതികൾ നമ്മളെ വന്ന് തൊടുകയും ഇതാ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വായനയുടെ മനോഹാരിത, അല്ലെങ്കിൽ എന്നെ ഇനി ഒരിക്കലും ഒരു പുസ്തകം പോലും തൃപ്തിപ്പെടുത്തുകയില്ല എന്ന വിചാരത്തിലിടത്തുനിന്ന് വീണ്ടും ഒരു പുസ്തകം കൂടി എന്നെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. സാഹിത്യത്തിന് അങ്ങനെ മനോഹരമായ ഒരു അനുഭൂതി വീണ്ടും പകർന്നു നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി. അത്തരത്തിൽ എനിക്ക് എൻ്റെ അനുഭൂതികളെല്ലാം വായനയിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന അനുഭൂതികളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് തോന്നിയിടത്തുനിന്ന് എന്നെ ഉണർത്തുന്നില്ല, എന്നെ കേൾപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ച ഇടത്തുനിന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭൂതി പകർന്നു നൽകിയ പുസ്തകമാണ് മരണവംശം എന്ന് യാതൊരു സംശയവും ഇല്ലാതെ എനിക്ക് പറയാൻ കഴിയും. ഇതിന്റെ തൃപ്തിയില്ലാതെ കിടന്നിരുന്ന എന്റെ വായനയെ തൃപ്തിപ്പെടുത്തിയ നോവൽ എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചു, എന്തായിരിക്കാം എന്നെ ഈ നോവൽ തൃപ്തിപ്പെടുത്താൻ കാരണം, എന്നെ സന്തോഷിപ്പിക്കാൻ കാരണം എന്ന്. പ്രയോഗിക നോവലുകളിലൂടെ
പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളെ അത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചപ്പോൾ 2-3 വളരെ നിസ്സാരങ്ങളായ ഏതൊരാൾക്കും പറയാവുന്ന തരത്തിലുള്ള പുസ്തകങ്ങളാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. ഇതിലൊന്നാമത്തെ കടന്നു നിശ്ചയമായിട്ടും മരണവംശം എന്ന കഥയിൽ എന്ന നോവലിൽ ഒരു കഥയുണ്ട് എന്നുള്ളത്. ഉല്ലേഖിക്കുന്ന ഒരു ഭാഷ ആ നോവലുണ്ട് എന്നുള്ളത്. ഈ കാലത്ത് ഭാഷ വളരെ ലളിതമായിരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു രീതി വന്നു. പലപ്പോഴും പറയുന്നത് ഒറ്റ ഇരുപ്പിൽ വായിക്കാൻ കഴിഞ്ഞ നോവൽ എന്നുള്ളതാണ്. പുതിയ മലയാള ഭാഷകൾ കേൾക്കുന്നത് പറഞ്ഞു ഒറ്റ ഇരുപ്പിൽ വായിച്ചു എന്നുള്ളത് ആഴീകമാണ് തുറന്നു കൊടുത്തതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നോവൽ ഉണ്ടാക്കി വെച്ചു. നോവലെല്ലായ്പ്പോഴും ഒറ്റ ഇരുപ്പിൽ വായിക്കേണ്ടതുണ്ട്. അത് ചിലപ്പോൾ ദിവസങ്ങളെടുത്തോ മാസങ്ങളെടുത്തോ വർഷങ്ങളെടുത്തോ നമ്മൾ വളരെ വളരെ ആസ്വദിച്ച് വളരെ വളരെ നുണഞ്ഞ് അനുഭവിക്കേണ്ട ഒന്നാണ് ഏതൊരു കൃതിയും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഒറ്റയും കിട്ടി വായിച്ചു തീർത്ത് വായിക്കുന്നത് വേറെ കൊണ്ടുപോകാനാണ് വേറെ പണിക്ക് പോകാനുള്ളത് പോലെയാണ് നമ്മൾ പലപ്പോഴും പറയാനുള്ളത്. അങ്ങനെയാണ് അതിന് കരുത്തിട്ട് ഒരു ഭാഷയുണ്ടാവുക, ആ കഥയ്ക്ക് അനുയോജ്യമായ ഒരു ഭാഷയുണ്ടാവുക, അത് നമ്മളെ വല്ലാതെ പിടിച്ചുലയ്ക്കുക എന്ന് പറയുന്നത് അനുഭവം. എനിക്ക് തോന്നുന്നത് എന്നെയാണ് എഴുതുകയും ചെയ്തിട്ടുണ്ട് ലോകനെ കുറിച്ച്. കുടുംബത്തിൽ കരിയർ എന്ന പോലെയാണ് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഭാഷ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത്. ആ നോവലിൽ നിന്ന് പുറത്തു കടക്കാനാവാത്ത വിധം ആ ഭാഷ നമ്മളെ ഇങ്ങനെ വലിച്ചു ഉള്ളിലേക്ക് ചുഴലിക്കാറ്റുന്ന പോലെ ഇങ്ങനെ നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയും ആ കഥയ്ക്കുള്ളിൽ നമ്മളെ വലിഞ്ഞ് മുറുകയും നിർത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര അനുഭവമാണ്. ആ അനുഭവം പ്രദാനം ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയതായ നവ്യമായ എന്തോ ഒന്ന് ലഭിച്ചു എന്ന് വായനയിൽ നമുക്ക് തോന്നുന്നത്. നാം ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മനോഹാരിത നാം ഇവിടെ അനുഭവിക്കുന്നു എന്ന് നമ്മളോട് തന്നെ പറയുകയും കഥയിൽ നിന്ന് കഥയിലേക്ക് അല്ലെങ്കിൽ പേരിൽ നിന്ന് താഴിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പാമപർമ്മത്തിൽ അങ്ങനെ നമ്മുടെ മനസ്സുകളെ അത്രയേയും വായിച്ച അത്രയേയും കഥകളിലൂടെ കടന്നുപോയ നമ്മളെ പിന്നെയും നവ്യമായ ഒരു അനുഭവത്തിലൂടെ പിടിച്ചു വരുന്നതിനുള്ള വലിയ അനുഭവം ഉണ്ട് എന്നുള്ളത്, ഭാഷയുണ്ട് എന്നുള്ളത്. എൻ്റെ അടുത്ത ഒരു കാരണം എന്തുകൊണ്ട് മരണവംശം എനിക്ക് ഭൗതികമായ നിലവാരമുള്ളവർ മാത്രമാണ് വലിയ ദാർശനികമായ വിചാരങ്ങൾ പങ്കുവെക്കുന്നത്. എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. വളരെ സാധാരണക്കാരായ മനുഷ്യർ പറയുന്ന 5ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള നജീബിനെയാണ് ഇതിന്റെ ദാർശനിക ബോധമുള്ള വാക്കുകൾ പങ്കുവെക്കുന്നത്. അങ്ങനെയൊരു നോവൽ എങ്ങനെയാണ് ഇത്തരം വാചകങ്ങൾ കടന്നു വരുന്നത്? എന്റെ വിചാരം എല്ലാ കാലത്തും വന്നും ഇന്നും ഞാൻ പറയുന്നു, വളരെ സാധാരണക്കാരായ നമ്മൾ വിദ്യാസമ്പന്നർ എന്നും കരുതാത്ത വളരെ ദരിദ്രമായ അവസ്ഥയിൽ നിന്ന് വരുന്നവർ പറയുന്ന ഒരു വാചകത്തിനുള്ളിൽ പോലും വളരെ ദാർശനികമായ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമായ ചില ദർശനങ്ങൾ ഉൾച്ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞാനതിന്റെ ജീവിതത്തിൽ പല ഇടങ്ങളിൽ നിന്ന് കണ്ടും അനുഭവിച്ചും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ സാധാരണക്കാർ പറയുന്ന വാക്കുകൾ. അങ്ങനെ ഈ സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു ഗ്രാമത്തിന്റെ കഥ പറയുന്നത് പോലും അവർ മുന്നോട്ട് പോകുന്ന ദാർശനികമായ വികാരങ്ങൾ അതിലൂടെ നമുക്ക് പറഞ്ഞു നിർത്തുന്ന ഒരു ഉൾവെളിച്ചം, ആ ഉൾവെളിച്ചമാണ് ഇപ്പോഴത്തെ നോവലിലേക്ക് തന്നെ വല്ലാതെ ആകർഷിച്ച മറ്റൊരു ഘടകം. നോവൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്നോട് ഒരു സ്ഥലത്തെ വളരെ ഗൗരവമായി കാണുന്ന ഒരു വായനക്കാരനോട് ചോദിച്ചത് മലയാള നോവലും അടുത്ത കാലത്തായി പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങൾ സാധാരണ തലങ്ങളിൽ നിന്ന് വരുന്നവർ അല്ലെങ്കിൽ ഏറ്റവും ജീവിതത്തിന്റെ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് വരുന്നവർ ഇത്തരത്തിൽ പകയും പ്രതികാരവും ലൈംഗികതയും ബഹുഭാര്യത്വവും ബഹുഭർത്തത്വവും നോക്കിക്കൊണ്ടു നടക്കുന്നവർ മാത്രമായി മാറുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം ഗൗരവമായ ചോദ്യമാണ്. പറയുന്നു, നമ്മൾ കുറെ കൂടി ഉന്നതപരന്മാരെ കുറിച്ച് എഴുതുമ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും എഴുതാറില്ല. പക്ഷെ നിങ്ങൾ സാധാരണക്കാരെ കുറിച്ച് എഴുതുമ്പോൾ
ഉത്തരൻ അല്ലെങ്കിൽ സാധാരണക്കാരുടേത്, പാവം പിടിച്ചവരുടേത്, ജീവിതത്തിൽ താഴെ കിടക്കി നിൽക്കുന്നവരുടേത് മാത്രമാണ് ഇത് എന്നുള്ള ഒരു ചോദ്യം. പക്ഷേ അതങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ എഴുത്തുകാർ ചെയ്യുന്നത് മറയില്ലാതെ ജീവിതത്തെ അഭിഷേകിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിന്റെ എല്ലാ തുറകളിൽപ്പെടുന്ന മനുഷ്യർക്ക് എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെന്നോ ജീവിച്ചിരുന്നതെന്നോ എന്ന് പറയാനുള്ള ഒരു ശ്രമമാണ്. അതിന് ഏതെങ്കിലുമൊക്കെ തലങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സംസ്കാരം എന്ന് പറയുന്നത് ഏത് കണ്ണിലൂടെയാണ് നാം നോക്കിക്കാണുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി അതിനെ ഉൾച്ചേർന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. വായിച്ച് ആസ്വദിക്കേണ്ടതാണ്. ആ കഥാപാത്രങ്ങൾ ഓരോന്നും ഓരോരുത്തരും വളരെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും അവരുടേതായ ജീവിത ഇടങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളുടെ പകയ്ക്കോ പ്രതികാരത്തിനോ ഒന്നും ഏതെങ്കിലും ഒരു വിഭാഗവുമായിട്ടോ ഏതെങ്കിലും ഒരു വർഗവുമായിട്ടോ ബന്ധമില്ല. അത് മനുഷ്യന്റെ അടിസ്ഥാന ചോദനകളുമായിട്ടാണ് ബന്ധം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞു പോയ നോവലിനെ കുറിച്ച് എത്ര വേണമെന്ന് സംസാരിക്കാം. എന്ന് പറയുന്ന നമ്മുടെ സമയക്രമമൊക്കെ വല്ലാതെ ദീർഘമായി സംസാരിക്കുന്നത്. പക്ഷെ ഒരു നോവൽ നിർവഹിക്കേണ്ട ധർമ്മം എന്താണ്, അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്ന സാഹിത്യ രൂപം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അത് ബൈബിളിലെ നോഹയുടെ പേടകത്തിൽ എന്ന പോലെ ഒട്ടനവധി കാര്യങ്ങളെ ഭാവിക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാമായിരുന്ന, അതിൽ മാഞ്ഞു പോകാൻ ഇടയുള്ള ധാരാളം കാര്യങ്ങളെ അത് ഭാവിക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഇടം കൂടിയാണ് നോവൽ എന്ന് പറയുന്നത്. അതാണ് നോവലിന്റെ ഏറ്റവും വലിയ സാമൂഹിക ദൗത്യങ്ങളിലൊന്ന്. അത് നാടൻ കൃതികളാവാം, പ്രാദേശിക ചരിത്രമാവാം, ഗ്രാമീണ ഭാഷാവാകാം, തല സംസ്കാരമാവാം, നാടൻ വാക്കുകളാവാം. ഇതിനകത്ത് ഈ വടക്കൻ മലബാറുമായി ബന്ധപ്പെട്ട വാക്കുകളുടെ വലിയ നിര തന്നെയുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ നമ്മുടെ ചെറുപ്പക്കാർ ഭാവിയിലെ അന്വേഷകർ ഈ പ്രാദേശികമായ ഭാഷകളിൽ അന്വേഷണം നടത്തുമ്പോൾ നിശ്ചയമായിട്ടും ചെന്നെത്താവുന്ന ഒരു ഇടം എന്ന നിലയിൽ മരണവംശം അത്തരത്തിലുള്ള അനേകം കാര്യങ്ങളെ, നെറ്റുകളെ, ചരിത്രങ്ങളെ, ഭാഷയെ, സംസ്കാരത്തെ ഒക്കെ ഭാവിക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഇടം കൂടിയാണ് എന്നുള്ളതാണ്. അങ്ങനെ മലയാള സാഹിത്യത്തിന് ഒരു മികച്ച നോവയുടെ പേടകം തന്നെയാണ് പി വി ഷാജികുമാർ മരണവംശം എന്ന നോവൽ കൂടെ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. നോവൽ വായിച്ച ആവേശത്തിൽ ഇപ്പോഴാണ് ഞാനത് കണ്ടത്. നോവൽ വായിച്ച ആവേശത്തിൽ ഞാൻ മാതൃഭൂമി ആവശ്യപ്പെട്ടിട്ട് ഒരു ചെറിയ കുറിപ്പ് എഴുതി കൊടുക്കുകയുണ്ടായി. ആ കുറിപ്പ് ഒന്ന് വായിച്ച് അവസാനിപ്പിച്ച നിമിഷത്തിൽ പെട്ടെന്ന് ആവേശത്തോടെ എഴുതിയ ഒരു ചെറിയ കുറിപ്പാണ്. ചുഴലിക്കാറ്റിൽ പേപ്പർ കഷ്ണമെന്ന് കണക്കെയാണ് വടക്കൻ മലബാറൻ ഭാഷയുടെ വന്യമായ സൗന്ദര്യം നിറഞ്ഞ മരണവംശം എന്ന നോവൽ നമ്മെ ഏർക്കാൻ എന്ന ദേശത്തേക്ക് ആവർത്തിച്ചുകൊണ്ട് പോകുന്നത്. പകയും പ്രതികാരവും രതിയും പ്രണയവും ദരിയും സങ്കടവും പൂരവും തെയ്യവും ഒഴിപ്പോലും ഒഴികലർന്ന് ശരിതെറ്റുകൾ തിരിച്ചറിയാനാവാതെ ഒഴുകുന്ന ഒരുപിടി ഗ്രാമീണ മനുഷ്യരുടെ വിവിധ ജീവിതങ്ങളെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിധിയുടെ ഉൾനിരക്കത്തിൽ കിടന്ന് പിടിയേണ്ടി വരുന്ന ആ മനുഷ്യരിൽ നിന്നുയരുന്ന ആത്മവിലാപങ്ങളുടെ ചൂട് നമ്മെ വല്ലാതെ കൊള്ളിക്കുന്നു. ഭാഷ, ആഖ്യാനം, കഥ എന്നിവയിൽ പുതുമലയാളമായ എത്രമേൽ കരുതലാണെന്നും പ്രാദേശിക ജീവിതാഖ്യാനം എത്രമേൽ മനോഹരമാണെന്നും പി വി ഷാജികുമാറിന്റെ മരണവംശം നിസ്സംശയം തെളിയിക്കുന്നു. നാളെ എപ്പോഴെങ്കിലും ഏതെങ്കിലും അവാർഡ് കമ്മിറ്റിയൊക്കെ പുരസ്കാര ഫലകം അല്ലെങ്കിൽ പത്രികയെല്ലാം ശ്രമിക്കുമ്പോൾ ഞാൻ ഈ വാക്കുകൾ സമ്മാനിക്കുന്നതാണ്. നിശ്ചയമായിട്ടും അർഹതയുള്ള യോഗ്യതയുള്ള നോവലുകളിൽ ഒന്നാണ് മരണവംശം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഇവിടെ മുതൽ നിരവധി വായനകൾ, വ്യാഖ്യാനങ്ങൾ, പുരസ്കാരങ്ങളൊക്കെ ലഭിക്കട്ടെ. നിങ്ങളിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ നോവലിൻ്റെ വലിയ ഉറച്ച പ്രതീക്ഷിക്കുകയാണ്. അനേകം നോവലുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം. വിഭാഗത്തിൽപ്പെടുന്നവർ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ഏർപ്പെടുന്നത് എന്ന ഒരു കാഴ്ചപ്പാടും എനിക്കില്ല. എല്ലാത്തരം മനുഷ്യരുമാണ് എനിക്ക് തോന്നുന്നു. നോവലിൽ നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ
അത് വായിച്ച് ആസ്വദിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് ഒരു വീട്ടിൽ ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലാറ്റിൻ അമേരിക്കയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അത് വളരെ വൈദേശികമായ ഒരു വികാരമായി നമുക്ക് തോന്നും. പക്ഷേ അടിസ്ഥാന ചോദനകൾ ഒന്നായി വികാരത്തിൽ ലഭിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലോകശാസ്ത്രം മൊത്തത്തിലെടുത്ത് പരിശോധിക്കാൻ പ്രാദേശികമായ വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അതിനൊരു ചുറ്റുവട്ടത്ത് എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാർ എന്നെ പഠിപ്പിച്ചിരുന്ന വായനക്ക് കൂട്ടുന്ന കുറേയധികം ആൾക്കാർ ചുറ്റിലുണ്ട്. അതുകൊണ്ട് ഞാൻ പുസ്തകത്തെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് ഒന്നും മാത്രമേ പറയാനുള്ളൂ. അതെനിക്ക് വളരെ വളരെ വളരെയധികം പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്. ഇങ്ങനൊരു ഈ ഒരു തലത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു എൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം തന്നെ എങ്ങനെയാണ് മാനസികമായ ഒരു പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ ചുറ്റുവട്ടത്തെ ആൾക്കാരുടെ പറയും. ഇപ്പം ഞാൻ അധികാരമുള്ളതുകൊണ്ട് കുറച്ചും കൂടി മറ്റേ അപ്പുറത്തുള്ള നമുക്ക് തോന്നാനൊക്കെ തോന്നിയത്. അതുപോലെ ഞങ്ങളുടെ പറയാൻ വേണ്ടി കിട്ടിയ ഒരാളാണ് ആചാര്യ. കാരണം ഞങ്ങളുടെ കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ അങ്ങനെ ഒരു കാരണം കൂടി കൊണ്ടാണ്. ഞങ്ങളുടെ കൂടെ ഒരുപാട് കാലങ്ങളുണ്ട്. ഞങ്ങൾ കോളേജ് മാനേജ്മെന്റ് ഉണ്ടാക്കുമ്പോൾ അതിന് കോളേജ് മാനേജ്മെന്റ് കോഴിക്കോട് 1000 പതിപ്പുകൾ വാങ്ങിച്ച് കാര്യമ്പോൾ ആശ്വാസമായിട്ട് പറയാൻ കൂട്ടുന്നുണ്ട്. പിന്നെ ആൾക്കാരുടെ വേദനകൾ കേട്ടോണ്ടിരിക്കാൻ എപ്പോഴും കൊണ്ടിരിക്കുന്ന ആളാണ്. അതിനെ സ്വയം കേട്ടുപിടിച്ച് കിടക്കണം കേട്ടുപിടിച്ചത് വരുന്നിരിക്കുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഷാജേട്ടനായിട്ട് നമ്മൾ ഇവിടുന്നൊക്കെ പോയതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഇവിടുന്നൊക്കെ പരിസരത്തിൽ നിന്നുള്ള എഴുത്തുകളൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ഇവിടെയൊക്കെ കുറച്ച് പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിനൊന്ന് അഭിനയിച്ചായിരിക്കും പറയാം. അതാണെന്ന് തോന്നുന്നു എനിക്ക്. അതുകൊണ്ട് ഷാജേട്ടനെ കഥയിലെ ഷോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം എൻ്റെ പഠനം ഡിഗ്രി പ്രൊജക്റ്റ് ചെയ്ത് കഥയിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആരെയും കാണിക്കുന്നില്ല. അത് ഞാൻ വളരെ മോശമായിട്ടാണ് ചെയ്തത്. പിന്നെ എന്താ അന്ന് സിനിമ ഭയങ്കര അത് മോശമാണെന്ന് മനസ്സിലായി. മാഷന്മാർക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഞാനതിനെ മറക്കി വെച്ചു. പിന്നെ ഷാജേട്ടനെ പോലും കാണിച്ചില്ല. അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് നന്നായിട്ടാണ് എനിക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ അതുപോലെ സിനിമ പരിപാടികളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ഈ ഏൽക്കാന എനിക്ക് അത്ര ഷാജേട്ടൻ പറഞ്ഞതുകൊണ്ട് ഒന്ന് കടന്ന് കഴിഞ്ഞാൽ എനിക്ക് അത്ര അകലെയുള്ള സ്ഥലമാണ് എനിക്ക്. ഇങ്ങനെ പിന്നെ എന്താ പറയാൻ ഒരുപാട് പറയുന്നുണ്ട്. ഷാഫിക്കേറ്റ് ചെയ്ത് വരുന്നത് കാര്യം ശരിയാകുമെന്ന് അറിയാത്തതാണ് പറയാം. എൻ്റെ മലയാളം സാറൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം സംഭവങ്ങൾ ചെയ്യുന്നില്ല. വളരെ പേരുള്ള അത് പിന്നെ എന്താ അങ്ങനെ ഉണ്ടാവുക. അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ അത് ഇവിടെ ഇങ്ങനൊരു എല്ലാവരും അത് ഏറ്റുവാങ്ങാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. ഇത് കാണുകയായിരുന്നെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വിചാരമാണ് തന്നെ ആയിരിക്കും. നമ്മുടെ നാടിനെ പറ്റിയും മറുനാടുകളെ പറ്റിയും എഴുതിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർ മലയാളത്തിലെ വായനക്കാരുടെ സജീവമായ പ്രകാശമായ ശ്രദ്ധ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരവും സന്തോഷകരവുമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സന്ദർഭത്തിൽ ബെന്യാമിൻ നമ്മുടെ അപ്പുറത്തുകാരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ബെന്യാമിൻ പല നാട്ടിൽ പരിചയപ്പെടുത്താം. ഞാൻ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നു. പല നാടുകളിലെ കഥകൾ
എഴുതിയ ആളാണ് തന്നെയാണ്. മുല്ലപ്പൂ വിപ്ലവം അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയുടെ വിഷയമാണ്. അറിവിലും അനുഭൂമികളും അദ്ദേഹത്തിന്റെ വിഷയമാണ്. പല നാടുകളുടെ കഥകൾ എഴുതിയതാണ്. അങ്ങനെ ഒരാൾ പ്രാദേശികതയുടെ ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടിയ വാർത്ത പറയാം. പ്രാദേശികതയുടെ ഊർജ്ജമുള്ള ഒരു പുസ്തകത്തിന്റെ പ്രകാശനം സംബന്ധിക്കുന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഒരു അന്തരീക്ഷ വാർത്ത ജീവിതശൈലിയായിട്ട് മാറുന്നതാണ് എന്ന് മാത്രമല്ല അനിവാര്യവുമാണ്. പകയുടെ സോഷ്യോളജി എന്താണ്, മൂല്യത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ പലതരത്തിൽ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ പക നോവലുകൾ നമ്മുടെ ഒറ്റപ്പെട്ട സംഭവമല്ല, അല്ല അതിന്റെ മാർക്കറ്റ് കണ്ടുകൊണ്ട് കണ്ടത്തിലെ ഫുട്ബോളിലും ഒരിക്കൽ സമയങ്ങളിലൊക്കെ തന്നെ അല്ലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഞങ്ങളൊക്കെ തന്നെ ആയിരുന്നു. കാരണം കണ്ടത്തിൽ പുല്ല് ചെയ്യാൻ പോകുന്നവർ ഞങ്ങളാണ്. നമ്മളൊക്കെ തന്നെ കഴിക്കുമ്പോൾ കൂടുതൽ തൃശ്ശൂരിനാൽ പറക്കിക്കൊണ്ടിരുന്നവരാണ് കാര്യവുമാണ്. ചെറിയ കുട്ടിയായിരുന്നു. ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ നമുക്ക് ചായ കുടിച്ചതിന് ശേഷം തുടങ്ങാമെന്ന് മാതൃഭൂമിയിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷാരിയോട് പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് തുടങ്ങാം, മഴയൊക്കെ അല്ലേ, ഒരുപാട് ആളുകളൊക്കെ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് തുടങ്ങാം, ചായ പിന്നെ കുടിക്കണം. ഷാരിയോട് പറഞ്ഞു, എത്ര നേരം കഴിഞ്ഞാലും ഇവരാരും എഴുന്നേറ്റ് കുടിക്കില്ല, അഥവാ പോയാലും ആളുകളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്, ഇത്തരത്തിലെ ബന്ധുക്കളുണ്ട്, നിങ്ങളുടെ കാണാൻ വേണ്ടി വന്ന ആളുകളുണ്ട്. രാജേഷ് മാധവൻ 7 മാസമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഈ നോവലിന്റെ പുറകിൽ 20 വർഷത്തെ യാത്ര നടത്തി. അത് തുടങ്ങുന്നത് രാജേഷിന്റെ മനസ്സിൽ തുടങ്ങുന്ന ഉദാഹരണമാണ്. ഞാൻ PhD ബന്ധപ്പെട്ട് നിർത്താം. PhD 1ാം വർഷം പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ് 1ാം വർഷം പഠിക്കുന്ന സമയത്ത് രാഷ്ട്രീയത്തിൽ ഞാൻ ലേഖന മത്സരം സംഘടിപ്പിച്ചു. ജനാധിപത്യവും മതനിരപേക്ഷതയുമായിരുന്നു ലേഖനത്തിന്റെ വിഷയം. ഞാനിന്ന് പേര് എഴുതി കൊടുത്തു, ഫസ്റ്റ് എഴുതി. അപ്പോൾ അന്ന് ഞാൻ പത്രത്തിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ മുന്നാടിനെ പോകുന്ന തുടങ്ങിയപ്പോൾ ഞാൻ മൂന്നായിട്ട് ബാബുവിനെ കൂടിയിട്ടാണ് മുന്നാടിക്ക് പോകുന്നത്. അപ്പോൾ പരിപാടി വൈകുന്നേരം തുടങ്ങുന്നു. എല്ലാവരും ജനാധിപത്യത്തെ കുറിച്ച് വളരെ സംസാരിച്ച് കൈമളത്തി പോയി അങ്ങനെ കിട്ടി. അപ്പൊ ഇന്നത്തെ പോലെ തന്നെ വാഹനങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാനും ബാബുവും കൂടിയിട്ട് അവിടെ കഴിയാമെന്ന് അടുത്തുകാരനായിട്ടുള്ള കുടുംബക്കാരനായിട്ടുള്ള സുരേഷ് എന്നോട് പറയുക. സതീശന്റെ അനിയൻ. അങ്ങനെ ഞാനും ബാബുവും ഈ സുരേഷും കൂടിയിട്ട് കുട്ടിക്കോലുമായി ഒരു സ്കൂൾ എന്ന് രാത്രി കഴിക്കുന്നു. അന്ന് രാത്രി ഞങ്ങൾ അന്ന് SFIയുടെ പ്രവർത്തകരാണ്. ഞാൻ SFIയുടെ ചെറിയ പ്രവർത്തകരാണ്. അന്ന് ഈ സംഘടനാ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ അവരുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ആ സംഭവം എന്നോട് പറയുകയാണ്. ആ സംഭവമാണ് രണവർദ്ധനയുടെ നോവലിലേക്കുള്ള തുടക്കം ഇടുന്നത്. അന്ന് ഈ നോവലിൽ ഇപ്പോൾ വായിച്ചവർക്കറിയാം, ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിരുന്ന ഭാസ്കരൻ, ചന്ദ്രൻ, നളിനി, അരവിന്ദനും ഒക്കെ പഠിച്ച സ്കൂളിലാണ് ഞാൻ ബാബുവും സുരേഷും കൂടി വർഷങ്ങൾ മുമ്പ് കടന്നിറങ്ങിയത്. അപ്പൊ അവരെന്നാണ് ഈ നോവലിന്റെ ഒരു തിരി തെളിയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നേരത്തെ ആഴ്ച പറഞ്ഞതുപോലെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എൻ്റെ ആയുധ കഥാസമാഹരണം ഇറങ്ങി 23 വയസ്സിലിറങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടൻകൊടിയിൽ നിന്ന് സത്യസ്നേഹികളായിട്ടുള്ള സംഘം ഒരു മാഗസിൻ പുറത്തിറങ്ങുന്നു. ഒരു പിടിയില്ലാത്ത ഓർമ്മകൾ എന്നാണ് മാഗസിനത്തേക്ക്. അപ്പൊ ഇത് ഞാൻ അന്ന് സാഹിത്യം എഴുതി വേറെ പണിയൊന്നുമില്ലാതെ തെക്കുവടക്ക് നടക്കുന്ന സമയത്ത് ഇവര് നിരന്തരമായി വിളിക്കും. ഞാൻ കുണ്ടൻകുഴി പോകും, കുറെ നിർദ്ദേശങ്ങളൊക്കെ നൽകുമായിരുന്നു. അന്ന് അത്ര വിവരമൊന്നുമില്ല, ഇപ്പോഴുമില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ നൽകി ഇവരുടെ മാഗസിൻ ഇണ്ട മിസ്സായി. ആ ഇണ്ട മിസ്സായി ഒരു ഇണ്ട മിസ്സായി മൊത്തം കരുതലായിരുന്നു. അങ്ങനെയൊക്കെ ഈ മാഗസിന്റെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഒരാളാണ് ഈ സുരേഷ് എന്ന് പറയുന്ന സംഭവം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിരുന്നു, കുറച്ചുകൂടെ വിവരണാത്മകമായിട്ട് എന്നോട് പറയും. അപ്പോൾ വിചിത്രമായ സൗന്ദര്യ ശാസ്ത്രമാണ്.